നമസ്കാരം. പതിരും കതിരും. കോമാളി കരയരുത്. കോമാളി കരഞ്ഞാൽ കാഴ്ചക്കാർ സങ്കടപ്പെടും. കോമാളിയുടെ കണ്ണീര് മനസ്സിലിരുന്നാൽ മതി. ചിരിക്കണം. നെഞ്ചിന് തീ പിടിച്ചാലും കോമാളി ചിരിക്കണം. ജോക്കറിൽ ബഹദൂർ പറഞ്ഞ ഡയലോഗാണ് ഗോവിന്ദനെയും ഓർമ്മിപ്പിക്കാനുള്ളത്. സെക്രട്ടറി ചിരിക്കണം. സെക്രട്ടറിയുടെ കണ്ണീര് മനസ്സിലിരുന്നാൽ മതി. നെഞ്ചിന് തീ പിടിച്ചാലും സെക്രട്ടറി ചിരിക്കണം. സെക്രട്ടറി ചിരിക്കൂ. എന്തേ ഗോവിന്ദൻ്റെ ചിരിക്ക് പഴയ ഭംഗിയില്ല. കണ്ണീർ മഴയത്ത് ചിരിയുടെ കുട ചൂടിയ പോലെ ഒരു ഭാവം. പണ്ട് ഗോവിന്ദൻ ചിരിക്കുമ്പോഴൊക്കെ കവിളിലെ പേശികൾക്കൊരു തുള്ളാട്ടമുണ്ടായിരുന്നു. ഇന്നതില്ല. പുരിക മരിവാൾ പോലെ വളയുന്നില്ല. ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ അധികാരമേൽക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണെന്ന് പറയാനാണ് കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചത്. ആരെന്ത് ചോദിച്ചാലും വായ തുറക്കരുത്, ഷട്ടർ ഇട്ടോ എന്ന പാർട്ടി നിർദ്ദേശമുള്ളതിനാൽ ഗോവിന്ദൻ ഒന്നും മിണ്ടാതെ മൗനവ്രതത്തിലായിരുന്നു ഏപ്രിൽ 9 വരെ. പാർട്ടി ഗോവിന്ദൻ്റെ വായടക്കം ആമത്തൊടലിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. ഗോവിന്ദൻ വായ തുറന്നപ്പോഴൊക്കെ പാർട്ടി 8 നിലയിൽ പൊട്ടുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദൻ്റെ തലയെങ്ങും വെളിച്ചം കാണിച്ചില്ല പാർട്ടി. തളിപ്പറമ്പിലെ വീടുകളിൽ സ്ലിപ്പുമായി പോകുന്ന പണിയായിരുന്നു ഗോവിന്ദന്. ഒരു പാർട്ടി സെക്രട്ടറി ഭാര്യയുടെ സാരിത്തുമ്പിൽ കെട്ടിയിടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം ഇതിനു മുമ്പ് പാർട്ടിക്കുണ്ടായിട്ടില്ല. ഗോവിന്ദൻ്റെ ജീവിതവും ആകെ മാറിമറിഞ്ഞു. PK ശ്യാമള തോറ്റാൽ ഗോവിന്ദൻ്റെ സെക്രട്ടറി പണി വരെ പോയേക്കും. വീണ ജോർജിൻ്റെ കഴുത്ത് ഗോറില്ലകൾ പിടിച്ചൊടിച്ചപ്പോൾ വിതുമ്പുന്ന ഗോവിന്ദനെ നമ്മൾ കണ്ടു. കൊലപ്പെടുത്താൻ ചാവേറുകൾ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ വീഴാതിരിക്കാൻ പിടിച്ചു നിൽക്കുകയായിരുന്നു. നുണയും നെറുകേടും സമാസമം ചേരുമ്പോൾ ഒരു CPM നേതാവ് ജനിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. എന്തിനാ ഗോവിന്ദ ഇങ്ങനെ നട്ടാൽ കിളിക്കാത്ത നുണ മനുഷ്യരോട് പറയുന്നത്? ഞങ്ങളുടെ നാട്ടുകാരിയായ വീണ ജോർജ് കഴിഞ്ഞ 5 വർഷം മുൻപ് വരെ വലിയ നുണച്ചിയൊന്നുമായിരുന്നില്ല. ആ പാവത്തിനെ എന്നീ പാർട്ടി കസ്റ്റഡിയിൽ വാങ്ങിയോ അന്ന് തുടങ്ങിയതാണ് ഈ അന്ധകരണം. കരിങ്കൊടിയുടെ കാറ്റടിച്ചപ്പോൾ കഴുത്തുളിക്കിയ പിഞ്ചിളം കഴുത്തിൻ്റെ ഉടമയാണ് വീണ ജോർജ് എന്ന് പാർട്ടി വരുത്തി തീർത്തു. ഒരു സ്ത്രീയോട് ഇത്തരത്തിലുള്ള ചതി ഒരിക്കലും ഒരു പാർട്ടി കാണിക്കരുത്. കാഫിറമ്മയും കിടുങ്ങാക്ഷിയും കത്രീനയും എല്ലാം പാർട്ടിക്ക് തട്ടിക്കളിക്കാനുള്ള സഖാത്തികൾ മാത്രമായി പരിണമിച്ചു. ഗോവിന്ദൻ വേദനിക്കുന്ന ചിരിയോടെ വിവിധ മണ്ഡലങ്ങളിൽ ഇപ്പോഴേ മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. അവിടെയെല്ലാം ഡീലാണത്രേ. എങ്കിലും UDF ഭരണത്തിൽ വരുന്ന സ്ഥിതിയില്ല. സെക്രട്ടറി പറയുന്നത് അന്തങ്ങൾക്ക് 100% വിശ്വാസമാണ്. ഈ ചൂടത്തവർ യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞാൽ ഉന്മാദത്തിനും ഭ്രാന്തിനുമിടയിലുള്ള അവസ്ഥയിലാകുമെന്ന് പാർട്ടിക്കറിയാം. ഉത്സവപ്പറമ്പിൽ ഇടയുന്ന ആനകളെ വെള്ളമൊഴിച്ച് തണുപ്പിക്കും പോലെ കമ്മികളെ നേതാക്കൾ ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കും അന്നുവരെ. ഒരർത്ഥത്തിൽ അവരുടെ മനസ്സുകളെ ഇപ്പോഴേ പറഞ്ഞു പാകപ്പെടുത്തുന്നതല്ലേ നല്ലത്. പെട്ടെന്നറിയുമ്പോൾ സഹിക്കാൻ പറ്റാതെ വരും. AKG സെന്ററിൻ്റെ മുൻവശത്തെ കതക് അന്നേ ദിവസം തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. മുകളിലത്തെ നിലയിലേക്ക് ആരെയും കടത്തിവിടരുത്. മനുഷ്യൻ്റെ മനസ്സാണ്. പുതിയ സെന്റർ 6 നിലയിൽ പൊങ്ങിയതിൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിലും പാർട്ടി ഗുണം പിടിച്ചിട്ടില്ല. വാസ്തുമർമ്മം ഭേദിച്ചാണ് അതിൻ്റെ നിൽപ്പ്. കെട്ടിടത്തിൻ്റെ ഉടമസ്ഥാവകാശം വരെ തർക്കത്തിലാണ്. സുപ്രീം കോടതിയിൽ വരെ കേസ് പോയി. അഗ്നികോണിൽ കാലഹരണപ്പെട്ട അരിവാളും ചതഞ്ഞ ചുറ്റികയും കൊണ്ടുവച്ചാൽ താമസക്കാർക്ക് ഗതി പിടിക്കുമോ? നമ്മൾ വെറുതെ ഈ ഗോവിന്ദനെ കുറ്റം പറയരുത്. പടുകാലത്ത് പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ചെയ്യാവുന്നതെല്ലാം ഗോവിന്ദൻ ചെയ്തിട്ടുണ്ട്. മേടത്തിലെ 10ാം ഉദയം കഴിയുന്നതോടെ സർവനാശം ഇടിവെട്ടുമെന്ന കർമ്മയോഗം വിധിച്ചാൽ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ഫലം അറിഞ്ഞ ശേഷം കീച്ചാനുള്ള ക്യാപ്സൂൾ റെഡിയാക്കേണ്ട പരീക്ഷണശാലയിലെ കമ്മികളുടെ കനകുലു എവിടെയോ മുങ്ങിയിരിക്കുകയാണ്. 6ാം നിലയിൽ ഇപ്പോൾ ആളനക്കമില്ല. അതിനാൽ സന്ദേശത്തിലെ കുമാരപിള്ള സാറിൻ്റെ ഡയലോഗ് കടമെടുക്കാനേ അന്നും കഴിയൂ. പ്രതിക്രിയാവാതകം, കൊളോണിയലിസ്റ്റ് ചിന്താസരണികൾ, അന്തർധാര, വർഗീയ ശക്തികളുടെ ഏകീകരണം, സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടൽ. പിണറായി ഭരണത്തിലിരുന്ന് ജനങ്ങളെ കോക്രി പിടിച്ചപ്പോഴെല്ലാം ഈ ഗോവിന്ദനായിരുന്നു ജനത്തിനൊരാശ്വാസം. ആ ചിരി കണ്ടാൽ മൊഴി കേട്ടാൽ അതു മതി.